എത്ര മാധുര്യമുള്ള വാക്ക്! നമ്മുടെ ഓരോ വളർച്ചയിലും താങ്ങായി നിൽക്കുന്നവൾ, ഓരോ വീഴ്ചയിലും ഹൃദയം തേങ്ങുന്നവൾ, നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്നവൾ, എവിടെ പോയാലും വരവിനായി കാത്തിരിക്കുന്നവൾ, കുന്നോളം തെറ്റുകൾ ഉണ്ടായിട്ടും നിന്നിലെ നന്മകൾ കണ്ടെത്തി പ്രണയിക്കുന്നവൾ. എന്നാൽ സത്യം ആവർത്തിച്ചാവർത്തിച്ച് വിളിച്ചു പറഞ്ഞിട്ടും അത് കേൾക്കാൻ കൂട്ടാക്കാത്ത സമൂഹത്തിന് മുൻപിൽ പ്രതികാര ദുർഗയായി ഉറഞ്ഞാടിയ ഒരമ്മയുടെ കഥ. കണ്ണകി, അതെ, കണ്ണകിയുടെ കഥ നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അനുഗ്രഹിച്ചാലും. മുത്തശ്ശി, ഇന്ന് ഏത് കഥയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? കുട്ടികളെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ നിങ്ങൾക്ക്? ഇല്ല മുത്തശ്ശി, എന്താ ഇന്നത്തെ പ്രത്യേകത? ഇന്ന് മീനമാസത്തിലെ ഭരണി, ശക്തി സ്വരൂപിണിയായ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉത്സവ ദിനം. എന്താ മുത്തശ്ശി ശക്തി സ്വരൂപിണി എന്ന് പറഞ്ഞാൽ? അതോ, സർവശക്തിയുടെയും ഒരു കൂമ്പാരമാണമ്മ. അമ്മ നമ്മളെ ആപത്തിൽ നിന്നും മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. ദാ കണ്ടോളൂ. അയ്യോ, കാളയെ കണ്ടിട്ട് തന്നെ ഭയമാവുന്നു. കാളിക്ക് ഇത്രയും ശക്തിയോ? എന്ത് ഭംഗിയുള്ള ക്ഷേത്രം! ആരാ മുത്തശ്ശി ക്ഷേത്രം പണി കഴിപ്പിച്ചത്? മക്കളെ, ചരിത്രവും ഇതിഹാസവും ഇഴചേരുന്ന ആ കഥ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ആ സംഭവ കഥ മുത്തശ്ശി പറഞ്ഞു തരാം. ചേരവംശത്തിൽ പിറന്ന ഇളങ്കോ അടികൾ രചിച്ച മഹാകാവ്യമാണ് ചിലപ്പതികാരം. അതിലെ വീരനായികയാണ് കണ്ണകി. ശകുന്തളയെപ്പോലെ കരഞ്ഞ് കരഞ്ഞ് കണ്ണു കലങ്ങിയവളല്ല. സീതയെപ്പോലെ രാവണന്റെ അശോകവനികയിൽ ഒറ്റപ്പെട്ടിരുന്നവളുമല്ല. ഉണ്ണിയാർച്ചയെപ്പോലെ, ഝാൻസി റാണിയെപ്പോലെ പടക്കളത്തിലേക്ക് കുതിച്ചുയർന്ന ധീരനായികയാണ് കണ്ണകി. പോരാട്ടം പുരുഷന്മാർക്കു മാത്രമല്ല എന്ന് തെളിയിച്ച അതുല്യ ശക്തിയുടെയും യുദ്ധവീര്യത്തിന്റെയും വിശ്വപ്രകൃതിയുടെയും പ്രതീകമാണ് കണ്ണകി. അന്നൊരു ദിവസം ചേരൻ ചെങ്കുട്ടുവൻ എന്ന മഹാരാജാവ് തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുവാനും ഒപ്പം കാനനത്തിന്റെ ഭംഗി ആസ്വദിക്കുവാനും പെരിയാറിന്റെ തീരത്ത് തന്റെ പരിവാരങ്ങളുമായി എത്തി. ഹേ മഹാമന്ത്രി! ഉത്തരവ് മഹാരാജൻ. എത്ര മനോഹരമായിരിക്കുന്നു ഈ വനഭൂമി! കൊന്നപ്പൂവും വേങ്ങപ്പൂവും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ച നയന മനോഹരം തന്നെ അല്ലേ മഹാമന്ത്രി? അതെ മഹാരാജൻ, വളരെ മനോഹരമായിരിക്കുന്നു. പടത്തലവാ, അങ്ങകലെ ഒരു പാട്ട് കേൾക്കുന്നില്ലേ? ഈ കൊടുങ്കാട്ടിൽ ആരായിരിക്കും പാടുന്നത്? മഹാരാജൻ, അത് ആദിവാസി ഊരുകളുടെ ഉത്സവമാണ്. മഹാമന്ത്രി, ഉത്തരവ് മഹാരാജൻ. നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങനെ തന്നെ ആവട്ടെ മഹാരാജൻ. എന്റെ നാദവരെ, മല ദൈവങ്ങളെ, നിങ്ങൾ എന്താണ് ഈ കാണുന്നത്? ചൊപ്പനമാണോ അതോ ചത്തിയമാണോ? ഏങ്ങളുടെ മന്നൻ ഏങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നു. വെള്ളച്ചാമി, ചാത്ത, കോര, ഓടി വരണടാ. ഓഹോ 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 ഓഹോ! തിരുമനസിനെ കാഴ്ചവെക്കാൻ കാട്ടുതേനും മഞ്ഞളും കൊണ്ടുവരണടാ. ഓഹോ 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 ഓഹോ! ഹേ മൂപ്പ, നിങ്ങൾക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? പറയൂ. അമ്പ്ര, അങ്ങയുടെ ഭരണത്തിൽ ഏങ്ങൾ സന്തുഷ്ടരാണ്. കാടിനുള്ളിൽ സന്തോഷവും സമാധാനവും ഉണ്ട്. ഏങ്ങളും പക്ഷികളും മൃഗങ്ങളും സ്വൈര്യമായി കഴിയുന്നു. പുറത്തുനിന്ന് ആരും ഏങ്ങളെ ദ്രോഹിക്കുന്നില്ല. ഇന്നുവരെ ഏങ്ങളെ കാണാൻ അമ്പ്രാക്കന്മാരാരും വന്നിട്ടില്ല. അങ്ങിവിടെ വരാൻ കാരണം ഏങ്ങളുടെ ഈ അമ്മയാണ്. ഏങ്ങളെ കാക്കുന്ന ഏങ്ങളുടെ പൊന്നമ്മ.
മൂപ്പാ, ഞാൻ ആലോചിക്കുകയായിരുന്നു. മനോഹരമായ ഈ ആൽമരവും സുന്ദരമായ ഈ വിഗ്രഹവും ഇതിവിടെ പ്രതിഷ്ഠിച്ചത് ആരാണ് മൂപ്പാ? അമ്പ്ര, ഇതാരും പ്രതിഷ്ഠിച്ചതല്ല അമ്പ്ര. പിന്നെയോ? അന്നൊരു നാൾ കാടിനുള്ളിൽ വലിയൊരു പേമാരിയും ഒപ്പം ഇടിയും മിന്നലും കൊടുങ്കാറ്റുമുണ്ടായി. ഏങ്ങളും ഏങ്ങളുടെ കിടാങ്ങളും കാടിനുള്ളിൽ 3 നാൾ കഴിച്ചുകൂട്ടി. കാട് ശാന്തമായപ്പോൾ ഈ ആൽമരവും വിഗ്രഹവും ഏങ്ങൾ കാണാനിടയായി. അന്നു മുതൽ ഈ അമ്മയാണ് ഏങ്ങളുടെ രക്ഷക. ഇതിന്റെ പൊരുൾ അറിയാവുന്ന ഒരു താപസൻ കാടിനുള്ളിൽ തപസ് അനുഷ്ഠിക്കുന്നുണ്ട്. ശരി, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ. ഓഹോ ഓഹോ ഓഹോ. പ്രണാമം മഹാമുനെ. പ്രണാമം മഹാരാജൻ. മഹാമുനെ, ദാ ഈ വിഗ്രഹം ശ്രദ്ധിച്ചുവോ? ഇതിന്റെ ചുണ്ടുകൾ ചലിക്കുന്നത് പോലെ ഒരുപാട് കഥകൾ പറയുവാനായി വെമ്പുന്ന മുഖം. ആരാണ് മഹാമുനെ ഇതിൽ കുടികൊള്ളുന്നത്? ഇത് കണ്ണകിയുടെ വിഗ്രഹമാണ്. കണ്ണകി? കണ്ണകി എന്നാൽ കാളിയിൽ ലയിച്ചു ചേർന്ന ശക്തി. മഹാമുനെ, ആ കഥ അറിയുവാൻ നമുക്കും നമ്മുടെ പ്രജകൾക്കും ആഗ്രഹമുണ്ട്. എല്ലാവരും അങ്ങോട്ടിരിക്കൂ. ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കാവേരി പൂമ്പട്ടണം. അവിടെ മാനേക്കൻ എന്ന ഒരു വലിയ രത്നവ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏക പുത്രിയായിരുന്നു സുന്ദരിയായ കണ്ണകി. തൊട്ടടുത്ത ഗ്രാമത്തിൽ വലിയൊരു വർദ്ധക പ്രമാണി ഉണ്ടായിരുന്നു, മാഷാത്തുവ. അദ്ദേഹത്തിന് കോവലൻ എന്നൊരു സുന്ദരനായ പുത്രനും ഉണ്ടായിരുന്നു. ദേവി, ദേവിക്കെന്തോ പറയാനുള്ളതുപോലെ. എന്താണ് ദേവി, പറയൂ. സ്വാമി, നമ്മുടെ മകൾ കണ്ണകിയുടെ കാര്യം തന്നെയാണ്. അവൾക്ക് വിവാഹപ്രായം എത്തിയല്ലോ. അനുരൂപനായ ഒരു വരനെ കണ്ടെത്തി അവളുടെ വിവാഹം വളരെ ഭംഗിയായി നടത്തണം. ഇക്കാര്യം ഞാൻ ദേവിയോട് പറയണമെന്ന് ചിന്തിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. നമ്മുടെ തൊട്ടടുത്ത ഗ്രാമത്തിൽ വലിയൊരു കച്ചവട പ്രമാണിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മാഷാത്തുവ. ദേവി കേട്ടിട്ടില്ലേ? അറിയാം സ്വാമി. അദ്ദേഹത്തെ അറിയാത്തവരായി ഈ കാവേരി പൂമ്പട്ടണത്തിൽ ആരും തന്നെയില്ല. അദ്ദേഹത്തിന്റെ പുത്രന്റെ പേര് കോവലൻ എന്നല്ലേ? അതേ ദേവി, സുന്ദരനായ കോവലൻ അച്ഛനേക്കാൾ മിടുക്കനാണ്. അദ്ദേഹത്തിന് കണ്ണകിയെ മംഗലം കഴിക്കാൻ താല്പര്യമാണെന്ന് എന്നെ അറിയിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ദേവിയുടെ അഭിപ്രായം എന്താണ്? എല്ലാം എന്റെ കണ്ണകിയുടെ ഭാഗ്യം. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമുക്ക് വിവാഹം നടത്തിയാലോ സ്വാമി? അങ്ങനെ തന്നെ ആവട്ടെ ദേവി. ദേവി, എന്തിനാണ് ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞത്? ഞാൻ വ്യാപാരത്തിനായി പോവുകയല്ലേ. മുത്തും പവിഴവും രത്നവും എല്ലാ രാജ്യങ്ങളിലും എത്തിക്കണം. വ്യാപാരം കഴിഞ്ഞ് തിരിച്ചെത്തുവാൻ ആഴ്ചകൾ കഴിയും. ഞാൻ തിരിച്ചെത്തുമ്പോൾ ദേവിക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? സ്വാമി, എനിക്ക് വേണ്ടി ഒന്നും കരുതേണ്ടതില്ല. സ്വാമി എത്രയും നേരത്തെ ഇങ്ങെത്തിയാൽ മാത്രം മതി. പ്രണാമം കുമാര. പ്രണാമം. ഇന്ന് നമുക്ക് തെക്ക് ദിശയിലേക്കാണ് സഞ്ചരിക്കേണ്ടത്. അവിടെ എത്തിക്കേണ്ടത് മുത്തുകളാണ്. കിഴക്കേ ദിശയിൽ പവിഴങ്ങൾ എത്തിക്കണം കുമാര. വടക്കും പടിഞ്ഞാറും രത്നങ്ങൾ എത്തിക്കണം. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എങ്കിൽ നമുക്ക് പുറപ്പെടാം. ശരി കുമാര, അങ്ങനെ തന്നെ ആവട്ടെ.
എന്തിനാ ദേവി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? കോവല് വ്യാപാരത്തിന് പോയതല്ലേ? തിരിച്ചെത്തുമ്പോൾ ദേവിക്ക് മുത്തുമാലകളും രത്നങ്ങൾ പതിച്ച കാപ്പും കൊലുസും എല്ലാം കൊണ്ടുവരില്ലേ? വിഷമിക്കാതിരിക്കൂ ദേവി. വരൂ ദേവി, നമുക്ക് അകത്ത് പോയി വിശ്രമിക്കാം. എത്ര ദിവസമായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട്? നമുക്കല്പം വിശ്രമിച്ചാലോ? ശരിയാ, അല്പം വിശ്രമിക്കാം. കുമാര, ഇവിടെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ദേവദാസി മാധവിയുടെ നൃത്തമുണ്ട്. അവരുടെ പാട്ടും നൃത്തവും എത്ര മനോഹരമാണെന്നറിയാമോ? ആ നൃത്തം കാണുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. അതെയോ? നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ നൃത്തം ഒന്ന് കാണണമെന്ന് എന്റെ മനസ്സിലൊരാഗ്രഹം. സമ്മാനങ്ങൾ നൽകാൻ തയ്യാറാണെങ്കിൽ കൂടെ നൃത്തം ചെയ്യാനും അവസരം ലഭിക്കും. ഏതായാലും മാധവിയുടെ നൃത്തം ഒന്ന് കണ്ടിട്ട് തന്നെ. വരൂ, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. എന്താണ് അങ്ങയുടെ പേര്? കോവലൻ. അങ്ങ് എന്ത് ചെയ്യുന്നു? ഞാനോ വിദേശ രാജ്യങ്ങളിലേക്ക് മുത്തും പവിഴവും രത്നവുമൊക്കെ കയറ്റുമതി ചെയ്യുന്ന ഒരു വ്യാപാരിയാണ്. അയ്യോ, അങ്ങ് രത്നവ്യാപാരിയാണോ? ഹായ്, എന്ത് ഭംഗിയുള്ള രത്നമാല. ഇത് മാധവിക്ക് വേണോ? ദാ എടുത്തോളൂ. മാധവിയുടെ കഴുത്തിൽ അണിഞ്ഞപ്പോൾ മാധവി അതിസുന്ദരിയാണ്. സ്വാമിയും അതേപോലെ തന്നെ. മാധവി, സ്വാമി, മാധവി, സ്വാമി, സ്വാമി. മാധവി. വരൂ സ്വാമി, വരൂന്നേ, അകത്തേക്ക് വരൂ. വരൂ, ഞാൻ ആഹാരം വിളമ്പാം. വരൂ, കയറി വരൂ സ്വാമി, കയറി വരൂ. എടാ, കോവലനെ മാധവിയുടെ നൃത്തം കാണിച്ചത് മണ്ടത്തരമായി പോയി. ഇനി കോവലന്റെ ജീവിതം മാധവിയോടൊപ്പം ഒരു സംശയവും വേണ്ട. പാവം കണ്ണകി കോവലന്റെ തിരിച്ചുവരവും കാത്ത് ഊണും ഉറക്കവുമില്ലാതെ കാത്തിരിക്കും. ഇനി കോവലൻ തിരിച്ചു വരണമെങ്കിൽ കോവലന്റെ സ്വത്തുക്കൾ മുഴുവൻ മാധവിയുടെ കൈകളിൽ എത്തണം. എന്തു പറയാൻ, വിനാശകാലേ വിപരീത ബുദ്ധി. വാടാ, നമുക്ക് പോകാം. ദേവി, കുമാരൻ ആ ദേവദാസി മാധവിയുടെ വലയിൽ അകപ്പെട്ടു പോയി എന്നാണ് കുമാരന്റെ ചങ്ങാതിമാർ പറഞ്ഞത്. ഇനി കുമാരന്റെ സ്വത്തുക്കൾ മുഴുവൻ മാധവിയിൽ എത്തിച്ചേർന്നാൽ മാത്രമേ കുമാരൻ സ്വതന്ത്രനാകൂ എന്നും അവർ പറഞ്ഞു. സഖിമാരെ, നിങ്ങൾ എൻ്റെ സ്വാമിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. അഗ്നിസാക്ഷിയായ അദ്ദേഹം ചാർത്തിയ താലിയാണ് എൻ്റെ കഴുത്തിലുള്ളത്. പതിവ്രതയായ ഒരു സ്ത്രീയുടെ ആയുധവും അതുതന്നെയാണ്. നിങ്ങൾക്കറിയുമോ, പാതിവൃത്യം കൈമുതലുള്ള ഒരു സ്ത്രീയെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. പ്രലോഭനങ്ങളിൽ അകപ്പെട്ടുപോയ എൻ്റെ സ്വാമി ഇന്നല്ലെങ്കിൽ നാളെ ഈ കണ്ണകിയെ തേടിയെത്തും. എൻ്റെ ദേവി, എൻ്റെ സ്വാമിയെ കാത്തുകൊള്ളണേ ദേവി. വരൂ ദേവി, നമുക്ക് അകത്ത് പോകാം. കൊച്ചമ്മ, പൂമുഖത്ത് ഒരു സ്ത്രീ കൊച്ചമ്മയെ കാണാൻ കാത്തു നിൽക്കുന്നു. എന്നെ കാണാൻ വരുന്നത് സാധാരണയായി പുരുഷന്മാരാണല്ലോ. ആശ്ചര്യം തന്നെ. എന്തായാലും കടന്നു വരാൻ പറയൂ. അങ്ങനെ തന്നെ ആവട്ടെ. എൻ്റെ പേര് കണ്ണകി എന്നാണ്. ഓഹോ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എൻ്റെ സ്വാമി ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. നിങ്ങളുടെ ഭർത്താവോ? ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ പേര് കോവലൻ. കോവലൻ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ വീട്ടിലല്ലേ കാണേണ്ടത്? അവിടെ ഇല്ലാത്തത് കൊണ്ടും ഇവിടെ ഉണ്ടെന്നറിഞ്ഞത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഉള്ളത് എന്റെ ഭർത്താവാണ്. ആട്ടെ, എന്റെ കൊട്ടാരത്തിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വന്നു നിനക്ക്? നിനക്ക് ലജ്ജയില്ലേ? ലജ്ജയില്ലാത്തത് എനിക്കോ അതോ നിങ്ങൾക്കോ? സൂക്ഷിച്ചു സംസാരിക്കണം. ചോള മഹാരാജാവ് സ്ഥാനമാനങ്ങൾ നൽകി ബഹുമാനിക്കുന്ന മാധവിയോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. മഹാരാജാവ് സ്ഥാനമാനങ്ങൾ നൽകിയത്
അന്യ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ അപഹരിക്കുവാനാണോ? കണ്ണകി, നീ ഇനി ശബ്ദിക്കരുത്. ശബ്ദിക്കും. അഗ്നിദേവനെയും പ്രകൃതി മാതാവിനെയും സാക്ഷി നിർത്തിയാണ് അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചത്. ദയവ് ചെയ്ത് എന്റെ സ്വാമി എനിക്ക് വിട്ടുതരൂ. അദ്ദേഹത്തിന് നിന്നെ ആവശ്യമില്ലെങ്കിലോ? നിർത്തടി നിന്റെ ധിക്കാരം. എന്റെ സ്വാമിക്ക് എന്നെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണോടി? അടങ്ങടി. നിനക്ക് എന്നെ പോലെ സൗന്ദര്യമുണ്ടോ? നൃത്തം ചെയ്യാൻ കഴിവുണ്ടോ? പാടാൻ കഴിവുണ്ടോ? ഭാര്യയാണെന്ന് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. കഴിവ് വേണമടി, കഴിവ്. എന്റെ സൗന്ദര്യത്തിലും കഴിവുകളിലും ആകൃഷ്ടനായ അയാൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് ആവർത്തിച്ച് പറഞ്ഞ് എന്റെ കാൽ കീഴിൽ കിടക്കുന്ന വെറും ഒരു പാവയാണ്. ഞാൻ എന്തു പറഞ്ഞാലും അതേപോലെ അനുസരിക്കുന്ന കോവലൻ എന്ന പാവയെ നിനക്ക് കാണണോ? കാണണോ കണ്ണകി? വേണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. അലറാതെ കണ്ണകി. ഒരു മുഴം താലിച്ചരടിൽ എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നീ ഒരു കഴുതയാണടി. കഴുത. നിർത്തമാധവി നിന്റെ പുലഭ്യം. നിർത്തടി ആട്ടക്കാരി, നിന്റെ ആഭാസ പേക്കൂത്ത്. കറപുരളാത്ത മനസ്സും ശരീരവുമാണടി എനിക്കുള്ളത്. ഓ, അതാണോ ഒരു പതിവ്രത? അതേടി, നീ അറിഞ്ഞോ അറിയാതെയോ നിന്റെ പുഴുത്ത നാവിൽ പവിത്രമായൊരു പദം വീണു, പതിവ്രത. അതിന്റെ പവിത്രതയും മഹത്വവും എന്തെന്ന് പോലും അറിയാത്ത നീ സ്വപ്നലോകത്തിൽ ജീവിക്കുകയല്ലേ? അങ്ങനെയുള്ള നിന്റെ പേര് എന്താണെന്ന് ഈ സമൂഹത്തിനോട് പറയാൻ എന്റെ നാവ് അറയ്ക്കുന്നു. ഞാൻ നെഞ്ചുനീര് നിന്നെ ഒന്ന് നോക്കിയാൽ, ഒന്ന് ശപിച്ചാൽ, അന്യരിൽ നിന്നു നീ അപഹരിച്ച് കെട്ടിപ്പൊക്കിയതെല്ലാം നശിച്ച് വെണ്ണീറാവും. കാണണോ? നിനക്ക് കാണണോടി? എന്റെ കൊട്ടാരത്തിൽ വന്ന് നീ എന്നെ ശപിക്കുന്നുവോ? കടക്കടി പുറത്ത്. ആരെവിടെ? കൽപ്പിച്ചാലും കൊച്ചമ്മ. ഇവളെ പിടിച്ച് പുറത്തു തള്ളൂ. കടക്കടി പുറത്ത്, കടക്കടി പുറത്ത്, കടക്ക്, കടക്കാൻ. മാധവി, എന്തു പറ്റി എന്റെ മാധവിക്ക്? മാറി നിൽക്ക്, എന്നെ തൊട്ടുപോകരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളും കൂടി ചേർന്നായിരുന്നല്ലേ എന്നെ അപമാനിച്ചത്? ആരാണ് മാധവി? ആരാണ് നിന്നെ അപമാനിച്ചത്? ദേവദാസിയായ നിന്നെ ആരപമാനിക്കാൻ? അവൾ, ആ കണ്ണകി. ചൂലെടുത്ത് തല്ലാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എന്റെ സംസ്കാരം അതിനനുവദിച്ചില്ല. അവൾ, ആ കണ്ണകി ഇവിടെ വന്നിരുന്നോ? വരവോ? വെറും വരവല്ല, ഭദ്രകാളിയുടെ എഴുന്നള്ളത്തായിരുന്നു. എഴുന്നള്ളത്ത്. എന്നെ അസഭ്യം പറയാൻ, എന്നെ ശപിക്കാൻ, എന്നെ തല്ലാൻ, പോരാത്തതിന് അന്യ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ അപഹരിക്കുന്ന കള്ളിയാണെന്ന് ഞാൻ എന്നുകൂടി അവൾ വിളിച്ചു പറഞ്ഞു. എനിക്ക് മതിയായി. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. ഇന്ന്, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. കടക്ക് പുറത്ത്. മാധവി, അരുത്, അരുത് മാധവി, അരുത്. നിങ്ങളുടെ പല്ല് കടിക്കലും മീശ പിടിക്കലും ഒക്കെ കണ്ണകിയോട് മതി, മാധവിയോട് വേണ്ട. എന്റെ പാട്ടും നൃത്തവും കാണാൻ ആഗ്രഹിക്കുന്ന സമ്പന്നരായ സുന്ദരന്മാരുടെ തിരക്ക് പുറത്ത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോഴാണ് മുക്കാചക്രത്തിന് കഴിവില്ലാത്ത ഒരു കോവലൻ. കണക്ക് പുറത്ത്. മാധവി, നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ വിവാഹം കഴിച്ച എന്റെ എല്ലാമായ കണ്ണകിയെ വഞ്ചിച്ചാണ് ഞാൻ നിന്റെ സമീപമെത്തിയത്. എന്റെയും കണ്ണകിയുടെയും എല്ലാ സ്വത്തും നിന്റെ പക്കലായി. നീ എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് പോവാൻ ഒരിടമില്ല മാധവി. എന്നെ കൈവിടിയരുതേ മാധവി. പോകാനിടവില്ലാത്തവർക്ക് കയറിക്കിടക്കാനുള്ള ഇടമല്ല മാധവിയുടെ കൊട്ടാരം. ആരവിടെ? ഇവനെ പിടിച്ച് പുറത്തു തള്ളൂ. ഉത്തരവ് കൊച്ചമ്മ. അരുത് മാധവി, അരുത്. അങ്ങോട്ടിറങ്ങണോ? കടക്കടോ പുറത്ത്, കടക്കാൻ. മാധവി. തന്റെ മാധവിയോ? പണമില്ലാത്ത കോവലനെ ഇനി ഞങ്ങളുടെ കൊച്ചമ്മയ്ക്ക് വേണ്ട. പണക്കാരായ കൊല കൊമ്പന്മാർ
സമ്മാനങ്ങളുമായി കൊച്ചമ്മയെ കാണാൻ തിരക്ക് കൂട്ടുന്നു. അപ്പോഴാ പണം മുഴുവൻ തീർന്ന കോവലൻ മണ്ടൻ മരമണ്ടൻ. ദേവി, എന്താ ഉറങ്ങാത്തത്? ദേവിക്ക് ഉറക്കം വരുന്നില്ലേ? എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇന്നെൻ്റെ മനസ്സ് വല്ലാത്തൊരു സങ്കടത്തിലാണ്. അദ്ദേഹത്തെ ഒന്ന് കാണാൻ എൻ്റെ മനസ്സ് വെമ്പുന്നു സഖി. ഞാൻ അല്പസമയം ഒന്ന് തനിച്ചിരുന്നോട്ടെ. ശരി ദേവി, അങ്ങനെ തന്നെ ആവട്ടെ. കണ്ണകി, കഥക് തുറക്കൂ, കഥക് തുറക്കൂ കണ്ണകി. ഞാനാണ് കണ്ണകി, നിന്റെ കോവലൻ. അങ്ങ് വന്നല്ലോ. എന്റെ കാണപ്പെട്ട ദൈവമാണങ്ങ്. സ്വാമി, എന്റെ സ്വാമി. എനിക്ക് മാപ്പു തരൂ. ലോകത്തിൽ ഒരു ഭാര്യയും സഹിക്കാത്ത മഹാപാപമാണ് ഞാൻ നിന്നോട് ചെയ്തത്. എനിക്ക് മാപ്പു തരൂ കണ്ണകി, മാപ്പു തരൂ. അങ്ങനെ പറയരുതേ സ്വാമി. അങ്ങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം നമ്മുടെ കാലക്കേട് കൊണ്ട് സംഭവിച്ചു പോയതാണ്. കണ്ണകി, ഞാൻ നിന്നെ വളരെയധികം വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കൂ കണ്ണകി, ക്ഷമിക്കൂ. ഭയമാകുന്നു. വിഷമ സങ്കടവും മാറി. എന്റെ സ്വാമി വന്നല്ലോ. എനിക്ക് സന്തോഷമായി. സാരമില്ല സ്വാമി, എല്ലാം നമ്മുടെ കർമ്മഫലമാണ്. ഈശ്വരന്മാർ പോലും കർമ്മഫലത്തിൽ നിന്നും മോചിതരല്ലെന്ന് തെളിയിക്കുന്ന എത്രയെത്ര കഥകളാണ് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ധൈര്യമായിരിക്കൂ സ്വാമി. വ്യാപാര രംഗത്ത് അങ്ങയോളം ബുദ്ധിയും കൈക്കരുത്തുമുള്ള ആരും തന്നെ ഈ കാവേരി പൂപ്പട്ടണത്തിലില്ല. നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം സ്വാമി. സമാധാനിക്കൂ. ഒരു രാജകുമാരനെ പോലെയാണ് എന്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത്. എന്റെ അഭിമാനം ഞാനായിട്ട് തന്നെ ഇല്ലാതാക്കി. എന്നെ കണ്ടാൽ കൈകൂപ്പിയവർ ഇന്നെന്നെ പരിഹസിക്കുന്നു. എനിക്ക് ഭയമാകുന്നു കണ്ണകി, ഭയമാകുന്നു. വിഷമിക്കാതിരിക്കൂ സ്വാമി. അതിവിശാലമായ ഈ രാജ്യത്ത് പല സ്ഥലത്തും കമ്പോളങ്ങളും കച്ചവടങ്ങളുമുണ്ട്. നമുക്ക് ഈ പട്ടണം വിട്ട് മറ്റെവിടെയെങ്കിലും പോയി സന്തോഷമായി ജീവിക്കാം. ശരിയാണ്, നാം എവിടെ പോകും? അതേ സ്വാമി, കച്ചവടത്തിന് പേരുകേട്ട നാടാണ് മധുരാപുരി. നമുക്ക് അങ്ങോട്ട് പോകാം. മധുരമീനാക്ഷി നമ്മെ കൈവിടില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് നല്ല ആശയമാണ് കണ്ണകി. പക്ഷേ എന്തു പക്ഷേ? ഇനി ഒന്നും ചിന്തിക്കേണ്ട സ്വാമി. അതല്ല കണ്ണകി, കച്ചവടത്തിൽ ആദ്യം കുറച്ച് മുടക്കുമുതൽ അത്യാവശ്യമാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല, നിന്റെയും ആണ്. എത്രമാത്രം ആഭരണങ്ങൾ ഉണ്ടായി. മാധവിയുടെ കയ്യിലായി ഒരു ചില്ലിക്കാശ് പോലും എന്റെ കയ്യിലില്ല കണ്ണകി. വിഷമിക്കാതിരിക്കൂ സ്വാമി. എന്റെ അച്ഛൻ പണിയിച്ചു തന്ന 2 ചിലമ്പുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ സ്വാമി മുടക്ക് മുതലായി. മതി കണ്ണകി, ധാരാളം മതി. എങ്കിൽ നമുക്കിപ്പോ തന്നെ പുറപ്പെടാം. നീ ക്ഷീണിച്ചോ കണ്ണകി? വരൂ, നമുക്കിവിടെ വിശ്രമിക്കാം. കണ്ണകി, ദാ ഒരു ക്ഷേത്രം, നമുക്കൊന്ന് തൊഴുതാലോ. ദാ ഒരു സ്വാമിനി. പ്രണാമം അമ്മേ. പ്രണാമം. നന്നായി വരും. ആട്ടെ, ഇവിടേക്കാണ് യാത്ര? അമ്മേ, ഞങ്ങൾ വിഷമം പിടിച്ചൊരു യാത്രയിലാണ്. ആട്ടെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ കാവേരി പൂമ്പട്ടണത്തിൽ നിന്ന് വരുന്നു. എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ മധുരാപുരിയിലേക്കാണ് പോകുന്നത്. ഞാനും അങ്ങോട്ടാണ് യാത്ര. അമ്മേ, ഞങ്ങൾക്ക് സന്തോഷമായി. തുണയ്ക്കായി ഒരാളെ കിട്ടിയല്ലോ. ഇതാണ് വിശുദ്ധമായ വൈഗാനദി. മധുരാനഗരിയെ പ്രസവിച്ച വൈഗ. ഈ ജലത്തിന് വേപ്പിൻ പൂവിന്റെ സുഗന്ധമുണ്ട്. தம்பி சீக்கிரம் இங்க வா தம்பி, இங்க வா. சுவாமி அம்மா வந்துட்டேன். சுவாமி அம்மா சௌக்கியமா இருக்குதா? ചുഗം തന്നെ കറുപ്പയ്യ, ചുഗം തന്നെ. ആ കറുപ്പയ്യ, ദാ ഇവരെന്റെ മക്കളാണ്. അവർക്ക് മധുരാപുരിയിൽ കുറച്ചുനാൾ കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് വേണ്ട താമസ സൗകര്യം ചെയ്തു കൊടുക്കണം കേട്ടോ. ശരിയമ്മ, ചെയ്തു പണ്ണലാം. ശരിയമ്മ, ശരിയമ്മ. ഇനിയുള്ള യാത്രയിൽ ഞാൻ തനിച്ചാണ്. എനിക്ക് വിട നൽകിയാലും. എന്തിനാ തമ്പുരാട്ടി കരയുന്നത്? ഞങ്ങളില്ലേ, സമാധാനമായിരിക്കൂ. തമ്പുരാട്ടി,
ഒന്നിനും വിഷമിക്കേണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. വരൂ തമ്പുരാട്ടി, നല്ല ക്ഷീണം കാണും. ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിക്കാം. മഹാരാജാവ് നീണാൽ വാഴട്ടെ, മഹാരാജാവ് നീണാൽ വാഴട്ടെ, മഹാരാജാവ് നീണാൽ വാഴട്ടെ. ആരെവിടെ? ഉത്തരവ് മഹാരാജൻ. അരമനെ തട്ടാൻ നമ്മെ മുഖം കാണിക്കാൻ പറയൂ. ഉത്തരവ് മഹാരാജൻ. മഹാരാജാവ് നീണാൽ വാഴട്ടെ, മഹാരാജാവ് നീണാൽ വാഴട്ടെ, മഹാരാജാവ് നീണാൽ വാഴട്ടെ. പെരും തട്ടാൻ ഇനി അടുത്ത് വരൂ. നമ്മുടെ രാജ്ഞിയുടെ പൊൻചിലമ്പിൽ ചില അറ്റുകുറ്റപ്പണികൾ നിലനിൽക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിന്റെ പണി പൂർത്തിയാക്കി തിരിച്ചു കൊണ്ടുവരൂ. മഹാരാജൻ, ഇതിൽ 5 ദിവസത്തെ പണി ഞാൻ കാണുന്നു. ശരി ശരി, 5 ദിവസമെങ്കിൽ 5 ദിവസം. പക്ഷേ ഒരു കാര്യം, പെരും തട്ടാന്റെ കയ്യിൽ ചിലമ്പ് സുരക്ഷിതമായിരിക്കണം. മഹാരാജൻ, എൻ്റെ തല പോയാലും ഈ ചിലമ്പിന് ഞാൻ കാവലിരിക്കും. മഹാരാജാവ് നീണാൽ വാഴട്ടെ, മഹാരാജാവ് നീണാൽ വാഴട്ടെ, മഹാരാജാവ് നീണാൽ വാഴട്ടെ. നല്ല പെണ്ണേ, എടി നല്ല പെണ്ണേ. എന്തിനാ മനുഷ്യ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീ ഇവിടെ തന്നെയുണ്ട്, പക്ഷേ ഇതിവിടെ ഇല്ലല്ലോ. എവിടെ എവിടെ എവിടെ? നോക്കട്ടെ. അടങ്ങടി, ഞാൻ കാണിക്കാം. ഇത് കണ്ടോ? മഹാറാണിയുടെ പൊൻചിലമ്പ്. നിന്റെ കിലുക്കാമ്പട്ടി ചിലമ്പല്ല, പൊൻചിലമ്പാണടി, പൊൻചിലമ്പ്. നീ എന്തിനാടി നല്ല പെണ്ണെ കരയുന്നത്? എന്റെ ഭർത്താവ് നല്ലവനായിരുന്നുവെങ്കിൽ എനിക്കും ഇതുപോലൊരു ചിലമ്പ് വാങ്ങി തന്നേനെ. എന്റെ തലവിധി. നീ കരയാതെ നല്ല പെണ്ണെ. ഇത് നിന്റെ കാലിൽ അണിഞ്ഞു കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നാം എന്ത് ചെയ്യും? ഇതിൽ ആലോചിക്കാൻ ഒന്നുമില്ലെന്നേ. നമ്മുടെ കുടിലിൽ കള്ളൻ കയറിയെന്നും ചിലമ്പ് മോഷണം പോയി എന്നും രാജാവിനെ അറിയിച്ചാൽ മാത്രം മതി. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ രാജാവിന്റെ തല വെട്ടും. പിന്നെ രാജാവ് തല വെട്ടും പോലും. അങ്ങേര് വല്ല വാഴയും വെട്ടും. നിങ്ങൾ ധൈര്യമായിരിക്കൂ. ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി. നല്ല ചിലമ്പ്. എനിക്കിത് നന്നായി ചേരും. വേണ്ട വേണ്ട നല്ല പെണ്ണെ, എനിക്ക് പേടിയാവുന്നു. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. വരൂ, ഞാൻ കഞ്ഞി വിളമ്പാം. വരൂന്നേ. നല്ല പെണ്ണെ, എനിക്ക് പേടിയാവുന്നു. മഹാരാജാവ് ചിലമ്പ് വന്നിട്ട് ഇന്നേക്ക് 5 ദിവസമായി. അദ്ദേഹം ചിലമ്പ് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? നിങ്ങൾ ധൈര്യമായി ചെല്ലൂ. ഒന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. ചിലമ്പിന്റെ പണി തീർന്നപ്പോൾ പട്ടിൽ പൊതിഞ്ഞ് പെട്ടിയിൽ വെച്ചെന്നും പിന്നീട് നോക്കിയപ്പോൾ കണ്ടില്ല എന്നും അത് കളവ് പോയത് തന്നെയാണെന്നും പറഞ്ഞാൽ മതി. ചെല്ലൂ, ചെല്ലൂന്നേ. പ്രണാമം മഹാരാജൻ. അരമനെ തട്ടാൻ മുഖം കാണിക്കാൻ എത്തിയിരിക്കുന്നു. വരാൻ പറയൂ. ഉത്തരവ് മഹാരാജൻ. മഹാരാജാവ് നീണാൽ വാഴട്ടെ, മഹാരാജാവ് നീണാൽ വാഴട്ടെ, മഹാരാജാവ് നീണാൽ വാഴട്ടെ. പെരും തട്ടാൻ നമ്മുടെ മഹാറാണിയുടെ പൊൻചിലമ്പിന്റെ പണി പൂർത്തിയായോ? എവിടെ? കൊണ്ടുവരൂ. എന്താ പെരും തട്ടാൻ, ചിലമ്പെടുക്കാൻ ഇത്ര താമസം? അടിയൻ എന്റെ പൊന്ന് തിരുമനസേ, കൽപ്പിച്ച് മാപ്പാക്കണം. ഇന്നലെ രാത്രിയിൽ ഞാൻ ചിലമ്പിന്റെ പണി പൂർത്തിയാക്കി പെട്ടിയിൽ വെച്ചു. നിലം വെളുത്തപ്പോൾ പെട്ടി തുറന്നു കിടക്കുന്നു മഹാരാജൻ. ചിലമ്പ് കാണാനുമില്ല. പെരും തട്ടാൻ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ക്ഷമിക്കണം മഹാരാജൻ,
അടിയൻ തിരുമുമ്പാകെ കളവ് പറയുകയില്ല. അത് മോഷണം പോയത് തന്നെയാണ്. പാണ്ഡ്യന്റെ രാജ്യത്ത് മോഷണം കേൾവി പോലുമില്ല. അടിയന്റെ കാലക്കേട് കൽപ്പിച്ചു മാപ്പാക്കി രക്ഷിക്കണം മഹാരാജൻ. ആരെവിടെ? ഉത്തരവ് മഹാരാജൻ. മഹാറാണിയുടെ പൊൻചെലമ്പ് മോഷ്ടിച്ച കള്ളനെ 10 ദിവസത്തിനകം പിടികൂടി രാജ്യസന്നിധിയിലെത്തിക്കൂ. ഉത്തരവ് മഹാരാജൻ. മഹാരാജൻ, നിരപരാധിയായ അടിയനെ കാക്കണേ. മഹാറാണിയുടെ പൊൻചിലമ്പ് മോഷ്ടിച്ചവൻ ആരായാലും തക്കതായ ശിക്ഷ നൽകണേ മഹാപ്രഭു. കുറ്റം ചെയ്യുന്നവരെ വെറുതെ വിടുന്ന ശീലം പാണ്ഡ്യസിംഹാസനത്തിനില്ല. പിന്നെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും ആരും പാണ്ഡ്യനെ പഠിപ്പിക്കണ്ട. ഏൽപ്പിച്ച മുതൽ സൂക്ഷിക്കുവാൻ കഴിവില്ലാത്ത പെരുന്തട്ടാൻ ഈ കൊട്ടാരത്തിന് നിങ്ങളെ ആവശ്യമില്ല. മഹാരാജൻ, നിന്ന് സമയം കളയാതെ കടന്നു പോകൂ നമ്മുടെ മുമ്പിൽ നിന്ന്. കണ്ണകി, നീ ആ ചിലമ്പിങ്ങെടുക്കൂ. സ്വാമി, 2 ചിലമ്പുമുണ്ട്. വേണ്ട കണ്ണകി, ആകെ നമുക്കുള്ള സ്വത്ത് ഇത് മാത്രമാണ്. എത്രമാത്രം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്റെ കണ്ണകിക്ക്. എല്ലാം നശിപ്പിച്ച മഹാപാപിയാണ് ഞാൻ. സമാധാനിക്കൂ സ്വാമി, സമാധാനിക്കൂ. ഒന്ന് എന്റെ കണ്ണകിയുടെ കയ്യിലിരുന്നോട്ടെ. എല്ലാം സ്വാമിയുടെ ഇഷ്ടം പോലെ. ഭഗവാനെ, ഒരു ദുശ്ശകനം കാണുന്നുവല്ലോ. സഹോദര, ഒന്ന് നിൽക്കണേ. ഇവിടെ സ്വർണം വിൽക്കാനുള്ള കട ഏതാണുള്ളത്? ദാ അങ്ങൊരു വളവ് കണ്ടോ? കണ്ടു. ആ വളവിനപ്പുറം അരമനത്തട്ടാന്റെ കടയാണ്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് മാന്യമായ വില കിട്ടും. വളരെ നന്ദിയുണ്ട്. ശരി ശരി, എന്നാൽ ചെന്നാട്ടെ. അതെ അതെ, ഞാൻ തന്നെയാണ്. സഹോദര, ഞാൻ ഈ നാട്ടുകാരനല്ല. വ്യാപാരത്തിനായി ഇവിടെ എത്തിച്ചേർന്നതാണ്. മുടക്കുമുതലിനായി എന്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. ദാ ഇത് കണ്ടോ, എന്റെ ഭാര്യയുടെ ചിലമ്പാണ്. ഇത് തൂക്കി ഒട്ടും കുറവ് വരുത്താതെ പണം തന്ന് എന്നെ സഹായിക്കണം. എവിടെ നോക്കട്ടെ. ഇതു തന്നെ അവസരം. ഇവനെ കള്ളനാക്കി രാജസന്നിധിയിൽ എത്തിച്ചാൽ ഞാൻ രക്ഷപ്പെടും. എന്താ സഹോദര പെറുപിറുക്കുന്നത്? ചിലമ്പ് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലേ എന്നോ? ഇത് രാജകുമാരിമാരുടെ ചിലമ്പാണ്. രാജപത്നിക്കൊരു ചിലമ്പ് വേണമെന്ന് എന്നെ അറിയിച്ചിരുന്നു. സഹോദരൻ, ഒരു കാര്യം ചെയ്യൂ. ദാ അങ്ങോട്ടിരിക്കൂ. ഞാൻ രാജാവിന്റെ അടുത്ത് ചെന്ന് അനുമതി വാങ്ങി വേഗം തിരിച്ചു വരാം. ശരി സഹോദര, അങ്ങനെ തന്നെ ആവട്ടെ. മഹാരാജാവ് നീണാൽ വാഴട്ടെ. മഹാരാജാവ് നീണാൽ വാഴട്ടെ. മഹാരാജാവ് നീണാൽ വാഴട്ടെ. അരമനത്തട്ടാൻ മുഖം കാണിക്കാൻ എത്തിയിരിക്കുന്നു. എന്തിന്? ചിലമ്പ് മോഷ്ടിച്ച കള്ളനെ പിടികൂടിയെന്ന് പറയുന്നു. വരാൻ പറയൂ. പാണ്ഡ്യ മഹാരാജൻ നീണാൽ വാഴട്ടെ. മഹാപ്രഭോ, അടിയനെ അരജൻ കൈവെടിഞ്ഞാലും ആണ്ടവൻ അടിയനെ കൈവിടില്ല. മഹാറാണിയുടെ തൃച്ചിലമ്പ് മോഷ്ടിച്ച കള്ളനെ അടിയൻ കണ്ടു മഹാപ്രഭു, കണ്ടു. അടിയന്റെ ഉള്ളിൽ കളങ്കമില്ലേ. അതുകൊണ്ട് ദൈവം അവനെ അടിയന്റെ കൺമുമ്പിലെത്തിച്ചു. ആരാണവൻ? മറുനാട്ടുകാരൻ. ഊരും പേരും അറിയില്ലേ. ചിലമ്പിപ്പോഴും അവന്റെ കയ്യിൽ തന്നെയുണ്ട്. അരമനത്തട്ടാൻ അവനിപ്പോൾ എവിടെയുണ്ട്? അടിയന്റെ കടയിൽ അവനെ ഇരുത്തിയിട്ടുണ്ട്. മഠയാ, അടിയൻ. കള്ളൻ അവിടെ തന്നെ ഇരിക്കുമോ? ആരെവിടെ? ഉത്തരവ് മഹാമന്ത്രി. അവനെ കയ്യാമം വെച്ച് കൂട്ടിക്കൊണ്ടുവരൂ. വേണ്ട, അവനാണ് ചിലമ്പ് മോഷ്ടിച്ചതെങ്കിൽ നേരെ കൊലക്കളത്തിൽ കൊണ്ടുപോയി അവന്റെ കഴുത്ത് വെട്ടിക്കളയും. പാണ്ഡ്യരാജ്യത്ത് കള്ളന്മാരോ അവരുടെ സന്തതികളോ ജീവിച്ചിരിക്കാൻ പാടില്ല. എവിടെയാടാ ചിലമ്പ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒളിപ്പിച്ചു വെച്ചു എന്നോ? എന്തിന്? നിങ്ങളൊക്കെ ആരാണ്? അരമനത്തട്ടാൻ? ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ ആരാണ് തട്ടാൻ? എടുക്കടാ ചിലമ്പ്. മോഷണം നടത്തിയത് പോരാഞ്ഞിട്ട് ഇനി ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയണം അല്ലേടാ? ഇതെന്റെ ഭാര്യയുടെ ചിലമ്പാണ്. അപ്പോൾ അവിടുന്ന് മഹാരാജാവായിരിക്കാം. മഹാറാണിമാർക്ക് ഇത്തരം ചിലമ്പുള്ളൂ. എടുക്കടാ ചിലമ്പ്. ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. ഇതെന്റെ ഭാര്യയുടെ ചിലമ്പാണ്. മോഷണം നടത്തിയാൽ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? ഇതെന്റെ ഭാര്യയുടെ ചിലമ്പാണ്.
രാജസന്നിധിയിൽ ഞാനത് തെളിയിക്കാം. നടക്കടാ വേഗം. നടക്ക്. നടക്കടാ. നടക്കാനല്ലേ പറഞ്ഞത്? ഇന്നെന്റെ മനസ്സിന് ഒരു സുഖവുമില്ല. വല്ലാത്തൊരു ചഞ്ചലം. എന്താണെന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു ഭയം നിലകൊള്ളുന്നു. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ തോന്നുന്നു. അരുതാത്തത് എന്തോ സംഭവിച്ചുവെന്ന് എൻ്റെ മനം പറയുന്നു. കേൾക്കിൻ കേൾക്കിൻ കേൾക്കിൻ. നീതി ചെങ്കോലേന്തുന്ന പാണ്ഡ്യ മഹാരാജാവിന്റെ കൽപ്പന. പാണ്ഡ്യ മഹാറാണിയുടെ തൃച്ചിലമ്പ് മോഷ്ടിച്ച മറുനാടൻ കള്ളന്റെ ഗളം ഛേദിക്കുവാൻ മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു. കല്യാണി, അതെന്ത് ശബ്ദമാണ് ആ കേൾക്കുന്നത്? എൻ്റെ ചെവി പൊട്ടുന്നു. എനിക്ക് ഭയമാവുന്നു. നഗരാധിപന്മാരെ, നീതിമാന്മാരെ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നിങ്ങൾ എന്തിനാണ് ശിക്ഷിക്കുന്നത്? കുറ്റം ചെയ്താൽ വിസ്താരമില്ലാതെ ശിക്ഷിക്കുന്നതാണോ പാണ്ഡ്യരാജ്യത്തെ കീഴ്വഴക്കം? ഈ മധുരാ നഗരത്തെയും ആകാശത്തെയും സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യാം, ഞാൻ കള്ളനല്ല, കള്ളനല്ല, കള്ളനല്ല. എൻ്റെ കണ്ണകി, എൻ്റെ ഈ കൈകൾ ശപിക്കപ്പെട്ടതാണ്. എൻ്റെ കുലദൈവങ്ങളെ, ചേതനയേറ്റ എൻ്റെ ഈ ശരീരം കാണുമ്പോൾ കണ്ണകിയെ കാത്തുകൊള്ളണേ. സഹിക്കുവാനുള്ള ശക്തി അവൾക്ക് നൽകണേ. രാജകൽപ്പന, എനിക്കതനുസരിച്ചേ കഴിയൂ. തല ബലിക്കല്ലിൽ വെക്കൂ. പാണ്ഡ്യ മഹാറാണിയുടെ തൃച്ചിലമ്പ് മോഷ്ടിച്ച മറുനാടൻ കള്ളനെ നാനാജാതി 42 നഗരനാഥനും ശാസ്ത്രിയും നോക്കി നിൽക്കെ നീതി ചെങ്കോൽ പിടിക്കുന്ന പാണ്ഡ്യ മന്നന്റെ കൽപ്പന പ്രകാരം ഇതാ ഗളച്ഛേദം ചെയ്യുന്നു, ഗളച്ഛേദം ചെയ്യുന്നു, ഗളച്ഛേദം ചെയ്യുന്നു. അയ്യോ, എന്റെ കഴുത്ത് വേദനിക്കുന്നു. അയ്യോ എന്റെ ദേവി, ഞാൻ എന്താണ് ഈ കാണുന്നത്? എന്റെ മംഗല്യച്ചരട് അറ്റത് കണ്ടില്ലേ? വലിയൊരു ആപത്തിന്റെ ലക്ഷണമാണിത്. എനിക്ക് ഭയമാകുന്നു കല്യാണി, എനിക്ക് ഭയമാകുന്നു കല്യാണി. എന്താണ് കല്യാണി നിങ്ങൾ സംസാരിച്ചത്? എന്നോട് പറയൂ. എന്നിൽ നിന്ന് നിങ്ങൾ എന്തോ ഒളിക്കുന്നു. പറയൂ, പറയാൻ. തമ്പുരാനെ, തമ്പുരാനെ, ചിലവ് മോഷണ കുറ്റം ചുമത്തി കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയി. ഇല്ല, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അദ്ദേഹം മോഷ്ടിക്കില്ല. ദാ ഇത് കണ്ടോ, അദ്ദേഹം കൊണ്ടുപോയത് എന്റെ ചിലമ്പാണ്. ഇത് ആ കൊണ്ടുപോയതിന്റെ ഇണച്ചിലമ്പാണ്. എവിടെയാണ് കൊലക്കളം? മാറി നിൽക്കൂ, മാറി നിൽക്കാൻ. തമ്പുരാട്ടി പോകരുത്, 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 തമ്പുരാട്ടി പോകരുത്, മാറി നിൽക്കാൻ. എന്റെ ദേവി, ഞാൻ എന്താണ് ഈ കാണുന്നത്? എന്റെ താലിച്ചരട് അറ്റുപോയല്ലോ ദേവി. എന്റെ സ്വാമി, ഊണും ഉറക്കവും ഒഴിഞ്ഞ് ഞാൻ കാത്തിരുന്നത് ഇതിനായിരുന്നോ? എന്റെ എല്ലാ ദുഃഖവും തീർന്നുവെന്ന് ഈ ഭാഗ്യദോഷിയായ കണ്ണകി വിശ്വസിച്ചു. എന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്ന് തരിപ്പണമായല്ലോ സ്വാമി. എന്റെ എല്ലാമായ സ്വാമി, അങ്ങ് എന്നെ തനിച്ചാക്കി യാത്രയായി അല്ലേ? എന്നെ തനിച്ചാക്കിയപ്പോഴും ജീവനോടെ അങ്ങുണ്ടല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു.
എനിക്കിനി ആരുമില്ല സ്വാമി, ആരുമില്ല. ഈ തളം കെട്ടിക്കിടക്കുന്ന രക്തം ബാക്കി വെച്ച് എന്റെ സ്വാമി എവിടേക്കാ പോയത്? ഒന്ന് പറയൂ സ്വാമി, എനിക്ക് പേടിയാ സ്വാമി. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നെ കണ്ണകി എന്നൊന്ന് വിളിക്കൂ സ്വാമി. എന്റെ സ്വാമി, കണ്ണകി, എന്റെ സ്വാമി, അങ്ങ് കള്ളനാണോ? പറയൂ സ്വാമി, അങ്ങ് കള്ളനാണോ? നിന്റെ കോവലൻ ഒരിക്കലും കള്ളനല്ല, 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 കള്ളനല്ല. കണ്ണകി, എന്റെ ദേവതേ. അതേ സ്വാമി, ഞാൻ ദേവത, രൗദ്രദേവത, പ്രതികാര ദേവത. ദേ ദേ ചോര, എന്റെ സ്വാമിയുടെ ചോര. ഹേ പാണ്ഡ്യ, സത്യത്തിന്റെ ചെങ്കോലിൽ നിന്ന് ദുഷ്ട, ഇതാണോ നിന്റെ സത്യം? ഭർത്താവിന്റെ ചുടുചോര ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് കണ്ണകി ഇതാ വരുന്നു. നിന്റെ അന്ത്യമെടുത്തു പാണ്ഡ്യ. നീയും നിന്റെ ചെങ്കോലും ഇനി ഭൂമിയിൽ വേണ്ട. കടക്കുപുറത്ത് ആരാണ് നിങ്ങൾ? ഞാൻ ആരാണെന്ന് നിന്നോട് പറയേണ്ട കാര്യമില്ല. മാറി നിൽക്കൂ. ആരാണ് ആ സ്ത്രീ? മഹാരാജൻ, ഞാൻ വെറുമൊരു സ്ത്രീയല്ല. കൊലക്കളത്തിൽ കഴുത്തറ്റ് കിടക്കുന്ന കോവലന്റെ ഭാര്യ കണ്ണകിയാണ്. ഓഹോ, നീയോ? നമുക്ക് നിന്നോട് അനുകമ്പയുണ്ട്. ആവശ്യമില്ല മഹാരാജൻ. മോഷണക്കുറ്റത്തിന് പാണ്ഡ്യരാജ്യം വിധിച്ചിരിക്കുന്ന ശിക്ഷ വധിക്കുക എന്നുള്ളതാണ്. മോഷണക്കുറ്റമോ? ആര് എന്ത് മോഷ്ടിച്ചു? നിന്റെ ഭർത്താവ് മഹാറാണി തിരുമനസിന്റെ ചിലമ്പ്. ഞാൻ മഹാരാജാവിനോടാണ് സംസാരിക്കുന്നത്, അല്ലാതെ മന്ത്രിയോടല്ല. നമ്മുടെ രാജ്ഞിയുടെ ചിലമ്പാണ് നിന്റെ ഭർത്താവ് മോഷ്ടിച്ചത്. എന്നെങ്ങനെ തീരുമാനിച്ചു മഹാരാജൻ? ആ ചിലമ്പ് അവന്റെ പക്കൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു. മഹാമന്ത്രി, കൊണ്ടുവരൂ ആ ചിലമ്പ്. മഹാരാജൻ, ആ കൊണ്ടുവന്ന ചിലമ്പ് എന്റേതാണ്. മഹാറാണിയുടെ ഈ ചിലമ്പ് അറ്റകുറ്റം തീർക്കാനായി അരമന തട്ടാനെ ഏൽപ്പിച്ചു. അയാളുടെ വീട്ടിൽ നിന്നും ഇത് മോഷണം പോയി. പോയിരിക്കാം, അതിന് എന്റെ സ്വാമി എന്ത് പിടച്ചു? നിന്റെ ഭർത്താവാണിത് മോഷ്ടിച്ചത്. മിണ്ടരുത് പാണ്ഡ്യ. എന്റെ സ്വാമിയെ നീ കള്ളനാക്കിയാൽ ആ നാവ് ഞാൻ പിഴുതെറിയും. സ്വർണവും വെള്ളിയും വാരിക്കോരി കൊടുത്തവനാണ്, എടുത്തവനല്ല. ഓ, ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ നിലനിർത്തി നിൽക്കുന്ന നിന്റെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നീ ബുദ്ധിമതിയാണെന്ന് തോന്നുന്നു. പക്ഷേ സ്വന്തം ഭർത്താവിനെ കുറ്റം ചെയ്യാതിരിക്കാൻ നീ ഉപദേശിക്കണമായിരുന്നു. എന്റെ സ്വാമി കുറ്റം ചെയ്തിട്ടില്ല പാണ്ഡ്യ. മഹാറാണിയുടെ ഒരു ചിലമ്പിലെ തട്ടാന് കൊടുത്തുള്ളൂ. അതിന്റെ ഇണച്ചിലമ്പ് കാണുമല്ലോ, അതെവിടെ? എന്തിന്? മഹാരാജൻ, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് കണ്ണകി വന്നത്. റാണിയുടെ ഇണച്ചിലമ്പ് എവിടെ? രണ്ടും ഒന്നാണോ എന്ന് എനിക്കറിയണം. ഇതിന്റെ ഇണച്ചിലമ്പ് കൊണ്ടുവരൂ. സത്യം അറിയുമ്പോൾ നിന്റെ ഹൃദയം ശാന്തമായിക്കൊള്ളും. നോക്ക്, കോപാവേശത്താൽ നിന്റെ കണ്ണുകൾ മങ്ങിപ്പോയി കാണും. സൂക്ഷിച്ചു നോക്ക്, ഇത് രണ്ടും ഒന്നല്ലേ? കടുകിടയ്ക്ക് വ്യത്യാസമുണ്ടോ? കാഴ്ചയിലില്ലായിരിക്കാം. ചിരിക്കാതെ പാണ്ഡ്യ, നിന്റെ ചിരി അവസാനിക്കാൻ പോകുന്നു. ചിരി മാത്രമല്ല, ഈ മധുരാപുരി തന്നെ അസ്തമിക്കാൻ പോകുന്നു. നിന്റെ ഭീഷണി ഗംഭീരമായിരിക്കുന്നു. പിന്നെ കണ്ണകി, നാം ഒരു കലാസ്നേഹിയാണ്. നല്ല അഭിനയത്തെ നാം അഭിനന്ദിക്കും. അഭിനയമോ? എല്ലാ ആഗ്രഹങ്ങളും എന്റെ ലക്ഷ്യങ്ങളും ജീവിതവും നശിച്ചു നിൽക്കുന്ന ഞാൻ അഭിനയിക്കുകയാണല്ലേ? അകാലത്തിൽ മംഗല്യം മറ്റുപോയവളാണെങ്കിലും കുലസ്ത്രീയായ ഞാൻ പറയുന്നു, ആ ചിലമ്പുകൾ രണ്ടും രണ്ടാണ്. പാണ്ഡ്യൻ സ്ത്രീകളോട് പ്രാഭവം കാണിക്കാറില്ല, തർക്കിക്കാറുമില്ല. എങ്കിലും നിന്റെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ പറയാം, ഈ ചിലമ്പ് രണ്ടും മഹാറാണിയുടേതാണ്.
അല്ല അല്ല, ആദിചന്ദ്രന്മാരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അതിലൊരു ചിലമ്പ് എന്റേതാണ്. ഇതാ അതിന്റെ ഇണച്ചിലമ്പാണ്. ഇതാ നോക്കൂ. ചിരിക്കരുത്. മഹാറാണിയുടെ ചിലമ്പിനുള്ളിലെ തരികൾ ഏതാണ്? നിന്റെ അവിവേകത്തിന് പാണ്ഡ്യസിംഹാസനം മാപ്പ് നൽകുന്നു. മഹാറാണിയുടെ ചിലമ്പിനകത്ത് നവധാന്യങ്ങളാണെന്ന് നീ കരുതിയോ? രാജ്ഞിയുടെ ചിലമ്പിനകത്ത് മുത്തുകളാണ്, വില കൂടിയ മുത്തുകൾ. നിന്റെ ചിലമ്പിലോ? മുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയന്നു എന്ന് പാണ്ഡ്യൻ കരുതിയോ? എന്നാൽ കേട്ടോളൂ, എന്റെ ചിലമ്പിൽ മാണിക്യമാണ്, മാണിക്യം. മാണിക്യമാണ് പോലും, മാണിക്യം. പാവം, നിനക്ക് ബുദ്ധിഭ്രമമാണ്. ഒരു മാണിക്യക്കല്ലിന് എന്ത് വില വരുമെന്ന് നിനക്കറിയില്ല. ചിലമ്പിനകത്ത് മാണിക്യം നിറയ്ക്കാൻ ആർക്കും സാധ്യമല്ല. കഴിഞ്ഞു, എന്റെ അച്ഛന് കഴിഞ്ഞു, ചോളരാജ്യത്തെ മഹാനായ്ക്കിന് കഴിഞ്ഞു. സംശയമെങ്കിൽ ആ രണ്ട് ചിലമ്പും വെട്ടി പിളർന്നു നോക്കൂ. കണ്ണകി, പാണ്ഡ്യൻ പിടിക്കുന്നത് സത്യത്തിന്റെ ചെങ്കോലാണ്. ദാ നോക്കൂ. ഇപ്പോൾ നീ സമ്മതിക്കുന്നു രാജ്ഞിയുടെ ചിലമ്പാണെന്ന്? സമ്മതിക്കുന്നു. എന്റെ ഭർത്താവ് മോഷ്ടിച്ചു എന്ന് പറയുന്ന ഈ ചിലമ്പ് ഞാനിതാ തച്ചുടയ്ക്കുന്നു. എന്താണിതിൽ? മുത്തോ മാണിക്യമോ? നിന്റെ നാവിറങ്ങിപ്പോയോ പാണ്ഡ്യ? ഉറക്കെ പറയൂ, എന്റെ ചിലമ്പിൽ മുത്തോ മാണിക്യമോ? കണ്ണകി, ശബ്ദിക്കരുത് പാണ്ഡ്യ. സത്യം പറയാനേ നിന്റെ നാവ് ചലിക്കാവൂ. ഉറക്കെ പറയൂ, എന്റെ സ്വാമി കള്ളനാണോ? 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 കണ്ണകി, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി നമുക്കൊരു തെറ്റുപറ്റി. തെറ്റുപറ്റുന്നവരിക്കാൻ സിംഹാസനം വേണ്ട പാണ്ഡ്യ. വിവരം ഗ്രഹിക്കാതെ വിധി എഴുതാൻ ഏത് നീതിശാസ്ത്രമാണ് നിന്നെ പഠിപ്പിച്ചത്? തെളിവുകൾ നോക്കാതെ തീർപ്പ് കൽപ്പിക്കാൻ ഏത് തത്വശാസ്ത്രമാണ് നിന്നെ ഉപദേശിച്ചത്? കണ്ണകി, ഗർജിക്കാതെ മന്ത്രി, നീ ഗർജിക്കാതെ. സത്യവും ധർമ്മവും ഒഴിച്ച് ബാക്കി എല്ലാം തകർന്നു പോയ ഒരു കുലസ്ത്രീയോട് ഏതധർമ്മത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു മന്ത്രി ഗർജിക്കരുത്. ഞാനൊന്ന് തുറിച്ചു നോക്കിയാൽ നിന്റെ കണ്ടനാളം അടഞ്ഞു പോകും. എന്നെ ഭയപ്പെടുത്തുന്നു. എന്നെ നോക്കൂ പാണ്ഡ്യ, എന്റെ മുഖത്ത് നോക്കൂ. കണ്ണകി, ചെങ്കോലേന്തുന്ന നാം നിന്നോട് അപേക്ഷിക്കുകയാണ്. ഹേ പാണ്ഡ്യ, നിന്റെ ധർമ്മച്ചെങ്കോലിന് കോട്ടം തട്ടിയാൽ ആ നിമിഷം തന്നെ പ്രാണൻ വെടിയുമെന്ന് വൈഗാ നദിക്കരയിലെ കല്ലിലും മരത്തിലും കൊത്തിവെച്ച് ജനങ്ങളെ വഞ്ചിച്ച രാക്ഷസ, നീ ഒന്നുകൂടി നോക്കൂ. ഈ ചിതറിക്കിടക്കുന്നത് മാണിക്യമാണോ? മാണിക്യം, മാണിക്യം, മാണിക്യം. പാണ്ഡ്യരാജ്യത്തിന്റെ പൊന്നും പൊരുളുമെല്ലാം സംരക്ഷിക്കുന്നത് ചാമുണ്ടേശ്വരിയാണ്. ആ ചാമുണ്ടേശ്വരിയെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയതിൽ നമ്മുടെ ഹൃദയം തേങ്ങുകയാണ്. അളവിൽ കവിഞ്ഞ അധികാരവും സമ്പത്തും കൊണ്ട് മനുഷ്യത്വം മരവിച്ച് രാജാക്കന്മാർക്കുണ്ടോ ഹൃദയം? സത്യവും ധർമ്മവും നീതിയും എല്ലാം പിച്ചി ചീന്തി കാറ്റിൽ പറത്തിക്കൊണ്ട് എന്റെ എല്ലാമായ ദൈവത്തിന്റെ ശിരസ് നീ ഛേദിച്ചില്ലേ? ക്ഷമിക്കൂ കണ്ണകി, ക്ഷമിക്കൂ. ഇല്ല, ഞാൻ ക്ഷമിക്കില്ല. നെഞ്ചു നീറി നിൽക്കുന്ന എന്നെ നീ സമീപിക്കരുത് പാണ്ഡ്യ. സ്വാമിയുടെ ചുടുരക്തം നെറ്റിയിൽ അണിഞ്ഞ കണ്ണകി ഇതാ ശപിക്കുന്നു. നീയും നിന്റെ രാജ്യവും നശിച്ച് വെണ്ണീറാവട്ടെ. എന്റെ നെഞ്ചിൽ കത്തുന്ന തീ വെറും തീയല്ല, കൽപ്പാന്ത ജ്വാലയാണ്. നിന്റെ മുത്തുക്കുടയും വെഞ്ചാമരവും തകരട്ടെ. നിന്റെ കൊടിതോരണങ്ങൾ കടപുഴകി വീഴട്ടെ. എന്റെ നെഞ്ചിലെ തീ അതാ പടർന്നു പിടിക്കുന്നു. നിന്റെ കോട്ടയും ആനയും അമ്പാരിയും എല്ലാം കത്തി നശിക്കട്ടെ. പറയൂ, എന്റെ സ്വാമി കള്ളനാണോ? പറയൂ, എന്റെ സ്വാമി കള്ളനാണോ? 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 തീ ആളിക്കത്തട്ടെ, എല്ലാം വെന്ത് വെണ്ണീറാവട്ടെ. ജീവിത യാഥാർത്ഥ്യങ്ങൾ പകർത്തി എഴുതുന്ന മഹാപണ്ഡിതന്മാരെ, നിങ്ങളുടെ ഓലയും നാരായവും ഉപയോഗിച്ച് കുറിച്ചു വെക്കൂ. കളങ്കമില്ലാത്ത ഒരു ഭാര്യയുടെ ഉള്ളു നേറിയാൽ അവൾ ഒരു അഗ്നിയായി തീരും. അവൾ സൗരയൂഥത്തെ പോലും തച്ചുടച്ച് ഭസ്മമാക്കും. സത്യവും ധർമ്മവും നീതിയും പുലർത്താത്ത ചോളരാജ്യവും
പാണ്ഡ്യരാജ്യവും എനിക്ക് വേണ്ട. ഞാനിതാ ചേര രാജ്യത്തേക്ക് വരുന്നു. നിങ്ങളുടെ കണ്ണയോടൊപ്പം ആറ്റുകാലിലും കൊടുങ്ങല്ലൂരിലും ഞാനുണ്ടാകും. കണ്ണകി ഉണ്ടാകും നിങ്ങൾക്ക് തുണയായി. സത്യം, ഇത് സത്യം, സത്യം. ബഹുമാന്യരെ, ഞങ്ങളുടെ ഈ എളിയ കലാവിരുന്ന് കണ്ട് ആസ്വദിച്ച് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് പ്രോത്സാഹിപ്പിച്ച് അനുഗ്രഹിച്ച നിങ്ങൾക്ക് ഞങ്ങളുടെ സെന്റ് മേരീസ് അമൃത വിദ്യാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നന്ദി, നന്ദി.